വോട്ടർ പട്ടിക ക്രമക്കേടിൽ കർണാടക കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി സഹകരണ മന്ത്രി കെ.എൻ. രാജണ്ണ. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് എന്നും പരാതി സമയത്തറിയിച്ചില്ലെന്നും രാജണ്ണ പറഞ്ഞു. പാർട്ടി വിരുദ്ധ പ്രസ്താവന നടത്തിയതോടെ രാജണ്ണയോട് ഹൈക്കമാൻഡ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. രാജണ്ണയുടെ പ്രസ്താവന തള്ളി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ಶಿವಕುಮಾರ್ രംഗത്തെത്തി. ನಾನು ಮುಖ್ಯಮಂತ್ರಿಗಳು ಭೇಟಿ ಮಾಡಿ ಬಂದು ಆಮೇಲೆ ನಾನು ರಿಯಾಕ್ಷನ್ ಕೊಡ್ತೀನಿ. ಆಯ್ತಲ್ಲ, ಮುಖ್ಯಮಂತ್ರಿಗಳು ಭೇಟಿ ಮಾಡಿದ ನಂತರ ಬರ್ತೀನಿ, ಮಾತಾಡ್ತೀನಿ. ഷിത ജഗത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിത, എന്തായിരുന്നു കോൺഗ്രസിനെ വെട്ടിലാക്കി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള മന്ത്രി രാജണ്ണയുടെ പ്രസ്താവന? അതിനെതിരെ ഇപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നത്? ദിവ്യ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് മോഷണം തെളിവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം നടത്തുകയാണ്. ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് വരെ നടന്നു. അതിനിടയിലാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ തന്നെ ഒരു സഹകരണ മന്ത്രി, കർണാടകയിലെ സഹകരണ മന്ത്രി ഇതിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു അതിന് വിരുദ്ധമായ ഒരു കാര്യവുമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഭരണകാലത്താണ്, നമ്മുടെ ഭരണകാലത്താണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. അന്നത് നോക്കി നിന്ന് ഈ കൺമുന്നിൽ നടന്ന കാര്യമായിട്ട് പോലും അതിനെതിരെ പ്രതികരിച്ചില്ല, പരാതി നൽകിയില്ല, സമയത്തിന് പരാതി നൽകാതെ ഇപ്പോൾ പരാതി നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൂടെ രംഗത്ത് വരുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാദേവപുരം ഉൾപ്പെടെയുള്ള ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ വലിയ വോട്ട് ക്രമക്കേടിനെ കുറിച്ചുള്ള ആരോപണവും അതിനുള്ള തെളിവുകളും ഒപ്പം തന്നെ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്ന ഒരു വേളയിലാണ് ഒരു മന്ത്രി, തങ്ങൾക്കൊപ്പം നിൽക്കുന്ന തങ്ങളുടെ മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഇത്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നത്. കോൺഗ്രസ് നേതൃത്വം രാജണ്ണയോട് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അല്പസമയം മുമ്പ് രാജണ്ണയോട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിക്കട്ടെ, അതിനുശേഷം കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. എന്നാൽ ഡി.കെ. ശിവകുമാർ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാജണ്ണയ്ക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്, മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയുമെന്ന് കൂടെ ഡി.കെ. പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ കർണാടകയിലെ കോൺഗ്രസിനെ ഈ ഒരു പൊരുതുന്ന സമയത്ത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രാജണ്ണയുടെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ രാജണ്ണയുടെ രാജി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് അല്പസമയത്തിനകം തന്നെ രാജണ്ണ രാജിവെച്ചേക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ ഷിത, അവിടെ കർണാടക കോൺഗ്രസിനുള്ളിൽ രാജണ്ണയുടെ മാത്രമല്ലേ ഒരു എതിർസ്വരമായി ഉയർന്നിട്ടുള്ളൂ? മറ്റു കൂടുതൽ പേരുണ്ടോ രാജണ്ണയ്ക്ക് പുറകിൽ? രാജണ്ണയുടെ ഒപ്പം മറ്റ് ചില MLA-മാർ കൂടെ ഇതേ രീതിയിലുള്ള സംസാരം, എന്നാൽ പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംസാരത്തിലേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. രാജണ്ണയുടേത് മാത്രമാണ് ഇങ്ങനെയൊരു ഇത്തരത്തിലൊരു വികാരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഒരൊറ്റക്കെട്ടായി കോൺഗ്രസിലെ മന്ത്രിസഭയൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും എല്ലാം തന്നെ കർണാടകയിൽ ഒരേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. ഇതിൽ തെളിവ് ഉൾപ്പെടെ ഉണ്ട്, അതുകൊണ്ട് നടപടിയെടുക്കണം, വോട്ടർ പട്ടിക ക്രമക്കേടിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വ്യത്യസ്ത സ്വരം എന്നുള്ള രീതിയിൽ തന്നെ വരുന്നത്. അത് പാർട്ടി വിരുദ്ധ നിലപാടാണ്. ഇപ്പോൾ രാജണ്ണ മാത്രമാണ് പരസ്യമായി ഈ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാജണ്ണയ്ക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ ഉയരുന്ന ഒരു വിഷയം. അത് ഈ വിഷയം കർണാടകയിൽ മാത്രമല്ല മറ്റെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇരട്ട വോട്ട്, വ്യാജ വോട്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജണ്ണ ഇത്തരം ഒരു ആരോപണവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാജണ്ണയ്ക്കെതിരെ ശക്തമായി നടപടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് പോകുന്നത്. അപ്പോൾ തന്നെ ഇനി ഇത്തരത്തിലുള്ള മറ്റ് വാക്കുകളോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ഈ രീതിയിലുള്ള പറയുന്നുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരസ്യമായ അത്തരം ഒരു പരാമർശത്തിലേക്ക് വരാൻ സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ രാജണ്ണ രാജിവെച്ചേക്കും.